ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ CPM എത്രമാത്രം ഭയക്കുന്നുണ്ടെന്ന് തെളിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. വടകരയിൽ ഷാഫി മത്സരിക്കാൻ എത്തിയതോടെ CPM പ്രതീക്ഷയോടെ സ്ഥാനാർത്ഥിയാക്കിയ KK ശൈലജയ്ക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഷാഫി ഇഫക്ട് പാരയാകും എന്ന് CPM പേടിക്കുന്നുണ്ട്. അടുത്തിടെ പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ നിലവിൽ വിശ്രമത്തിലാണ്. തിരിച്ച് വീണ്ടും പൊതുപരിപാടികളുമായി ഷാഫി സജീവമാകുമ്പോൾ അതിന് തടയിടാനാണ് CPM ശ്രമിക്കുന്നത്. ഷാഫി തകർത്ത് വരുന്നതോടെ കോഴിക്കോട് നിലയില്ലാ കയത്തിലാണ് CPM എത്തി നിൽക്കുന്നത്. സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ അതത് ലോക്സഭാ മണ്ഡലങ്ങളിൽ സുപ്രധാന റോളിൽ പാർലമെന്റ് അംഗം കാണണമെന്നാണ് ചട്ടം. ഇവിടെ ഷാഫിയെ പൊതുവേദികളിൽ നിന്ന് വിലക്കുകയാണ് CPM ചെയ്യുന്നത്. ഷാഫിക്ക് പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നഷ്ടപ്പെടുത്തുക എന്ന തന്ത്രം CPM പയറ്റുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലം പ്രതിനിധീകരിച്ച് വോട്ട് എണ്ണിയപ്പോൾ കൊയിലാണ്ടി നഗരസഭയിൽ നിന്ന് മാത്രം ഷാഫി പറമ്പിൽ MP നേടിയത് 5500 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. കൊയിലാണ്ടി ഇന്നേ വരെ ഒരു നേതാവിനും ലഭിക്കാത്ത ഭൂരിപക്ഷമാണ് നഗരസഭയിലെ ജനങ്ങൾ ഷാഫി പറമ്പിലിന് നൽകിയത്. കാഫിർ പ്രയോഗവും ചെമ്പടവാദ്യവും എല്ലാം കാറ്റിൽ പറത്തി ഓരോ വോട്ടർമാരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഷാഫിക്ക് പിന്നിൽ അണിനിരക്കുകയായിരുന്നു. ആ പിന്തുണയ്ക്ക് ഇന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഷാഫി എന്ന വ്യക്തിയെ മാത്രമല്ല, ആ പേരിനെ പോലും CPM ഇന്ന് ഭയക്കുന്നുണ്ട്. ഭയപ്പെട്ടവർ ഇന്നലകളിൽ ക്രൂരമായി പരിക്കേൽപ്പിച്ച് ഇല്ലാതാക്കാനും നോക്കി. വടകരയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമുണ്ടാക്കുവാൻ ഷാഫി പറമ്പിലിന്റെ സാമീപ്യം കോൺഗ്രസിനെ സഹായിക്കുമെന്നതും CPM-നെ പേടിപ്പിക്കുന്നുണ്ട്. കൊയിലാണ്ടിയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് MP-യെ ക്ഷണിക്കാതെ രാഷ്ട്രീയം കളിച്ച് നഗരസഭ ഉദ്ഘാടനം നടത്തുവാൻ പോകുന്നത് അതിന് തെളിവാണ്. കൊയിലാണ്ടി നഗരസഭയുടെ പൊതുപരിപാടിയിൽ MP ഷാഫി പറമ്പിലിന്റെ സാന്നിധ്യം പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് CPM-നെ. അടുത്ത മാസം നടക്കുവാൻ പോകുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് മുന്നേറ്റമുണ്ടാക്കാൻ ഷാഫിക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് സർക്കാർ പരിപാടികളിൽ ഷാഫിക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്നും കാണാൻ സാധിക്കും. കേവലം 120 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നഗരസഭ എന്ന് ഇടതുപക്ഷം ഭരിക്കുന്നത്. അവിടെയാണ് 5500 വോട്ടിന്റെ ഭൂരിപക്ഷം കൊയിലാണ്ടിയിലെ ജനങ്ങൾ പാർലമെന്റിൽ വോട്ടിലൂടെ ഷാഫിക്ക് നൽകിയത്. ഇതോടെ CPM പേടിച്ചില്ലെങ്കിലാണ് അത്ഭുതം. ഷാഫി പറമ്പിൽ മുന്നിട്ടിറങ്ങിയാൽ അവിടെ CPM-ന് അടിതെറ്റുമെന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. ആ സാഹചര്യത്തിലാണ് കൊയിലാണ്ടിയിൽ ഷാഫിക്ക് CPM അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഷാഫി പറമ്പിലിനെ ജനങ്ങളാണ് വോട്ട് ചെയ്ത് MP ആക്കിയത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ വിലക്കുകളൊന്നും MP-യെ ബാധിക്കില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്.